ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. അങ്ങനെ ഹരാരയിൽ ഇന്ന് മൂന്നാം T20 വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ടീം ഇന്ത്യ. 5 T20 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ ലീഡിട്ട് നിൽക്കുന്നു. 2-1 ഇന്ത്യയുടെ ലീഡ്. ഇന്ന് ശുഭ്മാൻ ഗില്ലിന്റെ ടീം ഇന്ത്യ 23 റൺസിനാണ് വിജയിച്ചത്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ സഞ്ജു സാംസൺ ഇന്ന് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇറങ്ങുമ്പോൾ 12 ബോൾ മാത്രമേ ബാക്കി നിന്നുള്ളൂ. 2 ബൗണ്ടറികളാണ് അദ്ദേഹം നേടിയത്. അതിനു മുമ്പ് കളിയിലെ താരം വാഷിംഗ്ടൺ സുന്ദറാണ്. അതോടൊപ്പം നമുക്ക് കളിയിലെ താരം നോക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 4 ഓവർ അദ്ദേഹം ബോൾ ചെയ്തപ്പോൾ 15 റൺ മാത്രമേ അദ്ദേഹം വിട്ടു നൽകിയുള്ളൂ. 3 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 182 റൺസാണ് നേടിയത് 4 വിക്കറ്റ് നഷ്ടത്തിൽ. ശുഭ്മാൻ ഗില്ലിന്റെയും ഗെയ്ക്വാഡിന്റെയും തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ഇന്ന് നമ്മൾ ഹരാരയിൽ കണ്ടത്. അതിനുശേഷം വന്ന സിംബാബ്വെക്ക് 159 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ 20 ഓവറിൽ, 6 വിക്കറ്റ് നഷ്ടത്തിൽ. എന്നാൽ അവരുടെ 2 ബാറ്റ്സ്മാൻമാർ 6ാം വിക്കറ്റിലെ ആ കൂട്ടുകെട്ട് മദാന്റെയും ക്ലീവ് മേയേഴ്സും തമ്മിൽ നേടിയത് 77 റൺസിന്റെ പാർട്ണർഷിപ്പ്. മികച്ച ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു നമുക്ക് പറയാൻ സുഹൃത്തുക്കളെ. ആവേശ് ഖാനൊക്കെ 8 അലക്കുകയായിരുന്നു ഈ 2 ബാറ്റ്സ്മാൻമാർ. അവരുടെ പാർട്ണർഷിപ്പ് ബ്രോക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം ഗൈസ്. അപ്പോൾ നമുക്ക് സ്കോർ കാർഡിലേക്ക് കിടക്കാം. ടോസ് നേടി ബാറ്റിംഗ് ചൂസ് ചെയ്ത ഇന്ത്യ ഇന്ന് വ്യത്യസ്തമായ ഓപ്പണിംഗ് ആണ് പരീക്ഷിച്ചത്. കാരണം യശസ്വി ജയ്സ്വാൾ ടീമിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ന് ഓപ്പണിംഗ് ഇറങ്ങിയത്. യശസ്വി ജയ്സ്വാൾ 27 പന്തിൽ 36 റൺസാണ് അദ്ദേഹം നേടിയത്. 4 ഫോറുകളും 2 സിക്സറുകളുമാണ് അദ്ദേഹത്തിന്റെ നേട്ടം. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്ന് ഫോമിലേക്ക് തിരിച്ചെത്തിയെന്ന് തന്നെ പറയാം. 49 പന്തുകളിൽ നിന്ന് 66 റൺസാണ് അദ്ദേഹം നേടിയത്. 7 ഫോറും 3 സിക്സറുകളുമാണ് അദ്ദേഹം നേടിയത്. ഡൗൺ ആയി വന്നത് അഭിഷേക് ശർമ്മ. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച താരമാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് തിളങ്ങാനായില്ല. 9 ബോളിൽ നിന്ന് 10 റൺസ് മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ. ഒപ്പം കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ നമ്മുടെ വീണ്ടും ക്ലാസ് പ്ലേയുമായി നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാഡ് 28 പന്തുകളിൽ നിന്ന് 49 റൺസാണ് അദ്ദേഹം നേടിയത്. 1 റൺസ് അകലെ ഹാഫ് സെഞ്ചുറി നഷ്ടമായി അദ്ദേഹത്തിന്. 3 സിക്സറും 4 ഫോറുകളുമാണ് അദ്ദേഹം നേടിയത്. അത് കഴിഞ്ഞ് വന്ന നമ്മുടെ സഞ്ജു സാംസൺ 7 ബോളിൽ നിന്ന് 12 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 2 ഫോറാണ് അദ്ദേഹം നേടിയത്. ഒപ്പം അവസാനമായി വന്ന റിങ്കു സിംഗിന് റണ്ണൊന്നും 1 റണ്ണ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. അങ്ങനെ 20 ഓവർ കഴിയുമ്പോൾ 182 റണ്ണിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ ആണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സിംബാബ്വെയുടെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് ആയ മധുവീര 1 റണ്ണ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. തൊട്ടടുത്തായി വന്ന മറുമാണി 13 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. പിന്നെ ആദ്യ 3 വിക്കറ്റുകൾ പെട്ടെന്നാണ് സിംബാബ്വെയുടെ വീണത്. ബ്രയാൻ ബെന്നറ്റിന് ആദ്യ റൺസും എടുക്കാൻ സാധിച്ചില്ല. 5 ബോളിൽ നിന്ന് 4 റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞു വന്ന ഡെയോൺ മേയേഴ്സ് ആണ് കുറച്ച് ആക്രമിച്ച് കളിച്ചത്. 49 പന്തുകളിൽ നിന്ന് 65 റൺസാണ് ഡെയോൺ മേയേഴ്സിന്റെ സമ്പാദ്യം. കിടിലൻ ഇന്നിങ്സ് എന്ന് തന്നെ പറയാൻ സുഹൃത്തുക്കളെ. 7 ഫോറും 1 സിക്സുമാണ് അദ്ദേഹം നേടിയത്. അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ രാസയ്ക്ക് അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. 16 ബോളിൽ നിന്ന് 15 റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വന്ന ജോണതൻ ക്യാമ്പയിലാവട്ടെ 2 ബോളിൽ നിന്ന് 1 റൺസ്. ക്ലീവ് മെഡന്റെ പെർഫോമൻസും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 26 ബോളിൽ നിന്ന് 37 റൺസാണ് അദ്ദേഹം നേടിയത്. അത് കഴിഞ്ഞ് വന്ന മസ്കാണ്ടൻ 10 ബോളിൽ നിന്ന് 18 റൺസ് മാത്രമേ അദ്ദേഹം നേടാൻ സാധിച്ചുള്ളൂ. അങ്ങനെ സിംബാബ്വെ 159 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഹരാരയിൽ ഇത് ഇന്ത്യയുടെ തുടർച്ചയായ 2ാം വിജയമാണ് സുഹൃത്തുക്കളെ. ഇനി അടുത്ത കളി ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. സോ ആ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. സോ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലു ക്രിക്കറ്റ്.